ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതായേ നമ. വിഷ്ണു സഹസ്രനാമ സ്വസ്ത്രം. യുധിഷ്ഠിര ഉവാച. രണ്ടാമത്തെ ഭാഗം. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നുയൂർമാനവാശുഭം. യുധിഷ്ഠിരൻ പറയുകയാണ്. യുധിഷ്ഠിരൻ്റെ 6 ചോദ്യങ്ങളാണ് ഭീഷ്മരോട് ചോദിക്കുന്നത്. അതായത്, മംഗളം ലഭിക്കുവാൻ മനുഷ്യൻ ഏതു ദേവനെയാണ് ഉപാസിക്കേണ്ടത്, ഏതൊരു ദേവനെയാണ് പാരായണമായി എടുക്കേണ്ടത്, ഏതൊരു ദേവനെയാണ് സ്തുതിക്കേണ്ടത്, ഏതൊരു ദേവനെയാണ് ആരാധനയും അർച്ചനയും നടത്തേണ്ടത്. കോ ധർമ്മ സർവധർമാണാം ഭവത പരമോമത കിം ജപന്മുച്യതേ ജന്തു ജന്മ സംസാരബന്ധനാത്. അങ്ങയുടെ അഭിപ്രായത്തിൽ സർവധർമ്മങ്ങളിലും വെച്ച് പരമമായ ധർമ്മം എന്താണ് എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുന്നതാണ് ഇതെല്ലാം. അടുത്തത്, ആരുടെ നാമം ജപിച്ചാലാണ് ജന്തുക്കൾക്ക് ജനന മരണങ്ങളിൽ അടങ്ങിയ ഈ സംസാര ബന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്? ഇങ്ങനെ യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഭീഷ്മർ പറയുന്നതാണ്. ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവന്നാമ സഹസ്രേണ പുരുഷഃ സതതോത്ഥിതാം. ഈ ജഗത്തിൻ്റെ പ്രഭുവും ദേവന്മാർക്കെല്ലാം ദേവനും അത്യന്തം വിഹീനനുമായവനും ആയ പുരുഷോത്തമനെ, അതായത് മഹാവിഷ്ണുവിനെ സഹസ്രനാമത്താൽ കീർത്തിക്കുന്ന മനുഷ്യന് സകല ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. അപ്പോൾ ഈ സഹസ്രനാമത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുന്നത്. തമേവ ചർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യൻ ച യജമാനസ്തമേവ ച. അവ്യനായ നാശമില്ലാത്ത ആ പുരുഷോത്തമനെ നിത്യവും പൂജിക്കുകയും സ്തുതിക്കുകയും ഭക്തിപുരസരം ധ്യാനിക്കുകയും ചെയ്യുന്ന പുരുഷൻ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിതനായിത്തീരുന്നു. അടുത്തത്, അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിഗോ ഭവേത്. ആരംഭവും അവസാനവും ഇല്ലാത്തവനും സർവവ്യാപനശീലനായവനും സർവലോകങ്ങളുടെയും മഹേശ്വരനായവനും സർവലോകങ്ങളിലൂടെയും പ്രവർത്തികളെയും നിരീക്ഷിക്കുന്ന സർവസാക്ഷിയായവനുമായ ഭഗവാനെ എപ്പോഴും സ്തുതിച്ചാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതരാകും. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഗദ്ബോധം സർവഭൂതഭവോദ്ഭവം. ആ പരമാത്മാവ് ജ്ഞാനസ്വരൂപനാണ്, സർവധർമ്മങ്ങളെയും അറിയുന്നവനാണ്, ലോകാധിപനാണ്. തന്നെ ഭജിക്കുന്നവർക്ക് കീർത്തി വർദ്ധിപ്പിക്കുകയും മഹത്തായ സമ്പത്തുള്ളവനാണ്. ചരാചരങ്ങളുടെയും ജനനം മരണം ഇവയ്ക്ക് കാരണഭൂതനുമാണ്. അങ്ങനെയുള്ള ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് യാതൊരു ദുഃഖവും ഉണ്ടാകയില്ല. യേഷമേ സർവധർമാണാം ധർമ്മോ അതികതമോ മത യത്ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്ഥൈവൈരർച്ചന്നര സദാ. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് മഹത്തായ ധർമ്മം എന്നത് താമരക്കണ്ണനായ മഹാവിഷ്ണുവിനെ ശ്രദ്ധാഭക്തിപൂർവം സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുക എന്നതാണ്. പരമം യോ മഹത്തേജ പരമം യോ മഹത്തപ പരമം യോ മഹത് ബ്രഹ്മ പരമം യപ്പരായണം. യാതൊന്നിനാണോ അതുല്യവും മഹത്തായതുമായ തേജസ്സുള്ളത്, യാതൊന്നിനാണോ പരമവും മഹത്വപൂർണവുമായ തപസ്സുള്ളത്, അങ്ങനെയുള്ള യാതൊന്നിനാണോ
മഹത്തമായ ബ്രഹ്മമായത് അതുതന്നെയാണ് പരമമായ പ്രാപ്യസ്ഥാനം. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദേവതം ദേവതാനാം ച ഭൂതാനം യോ അവ്യയപ്പിതം. പവിത്രമായ വസ്തുക്കൾ വച്ച് ഏറ്റവും പവിത്രമായതും മംഗളകരമായതിൽ വച്ച് ഏറ്റവും മംഗളകരമായതും സർവദേവതമാർക്കും ദൈവമായവനും ചരാചരങ്ങൾക്കെല്ലാം പിതാവുമായിരിക്കുന്ന ആ ദേവനെയാണ്, മഹാവിഷ്ണുവിനെയാണ് നാം ഉപാസിക്കേണ്ടത്. യത് സർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ യസ്മിൻ ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണുർനാമസഹസ്രം മേ ശൃണു പാപഭയാപഹം. യാതൊരാളിൽ നിന്നാണോ യുഗാരംഭത്തിൽ, അതായത് കൽപ്പാരംഭത്തിൽ സർവഭൂതങ്ങളും ഉത്ഭവിക്കുകയും യുഗാവസാനത്തിൽ പ്രളയസമയത്ത് വീണ്ടും ലയിക്കുകയും ചെയ്യുന്നത്, ആ ലോകൈകനാഥനും ലോകപ്രധാനനുമായ മഹാവിഷ്ണുവിൻ്റെ പാപഹരവും അഭയപ്രദവുമായ 1000 നാമങ്ങളെ പാപങ്ങളും ഭയങ്ങളും നീക്കുന്നതിനായി അല്ലയോ യുധിഷ്ഠിര നീ കേട്ടാലും എന്ന് ഭീഷ്മർ പറയുകയാണ്. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭി പരിഗീതാനി താനി വശ്യാമി ഭൂതയേ. മഹാവിഷ്ണുവിൻ്റെ വിഖ്യാത ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നതും ഋഷികളാൽ ഗാനം ചെയ്യപ്പെട്ടതുമായ നാമങ്ങളെ ധർമ്മ അർത്ഥ കാമ മോക്ഷമാകുന്ന പുരുഷാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നവരുടെ ഐശ്വര്യത്തിനായി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പുരുഷാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷമാകുന്ന ഋഷീർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോ അനുഷ്ടപ്പ് തഥാ ദേവോ ഭഗവാൻ ദേവകീസുധ. മഹർഷി വേദവ്യാസനാണ് ഈ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ഋഷി. ഓരോ പദത്തിലൂടെയും 8 അക്ഷരങ്ങൾ അടങ്ങിയ 4 പദങ്ങൾ ചേർന്ന ശ്ലോകമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് അനുഷ്ടപ്പ് ഛന്ദസ്സിലാണ് ഇതിൻ്റെ വൃത്തം. ഇതിൻ്റെ ദേവത ദേവകിയുടെ പുത്രനായ ശ്രീകൃഷ്ണനായ മഹാവിഷ്ണുവിൻ്റേതാണ്. പിന്നെ കേശവ ഇനി കവച മന്ത്രങ്ങളാണ്, അതായത് മഹാവിഷ്ണുവിൻ്റെ വിശേഷമായ 12 നാമങ്ങളെ കുറിച്ച് പറയുന്നതാണ്. കേശവ പാധുമേ പാധൗ ജംഘേ നാരായണോ മമ മാധവോ മേ ഖടിം പാതു ഗോവിന്ദോ ഗുഹ്യമേ വച്ച നാഫീം വിഷ്ണുസ്തു മേ പാതു ജഠരം മധുസൂദന ഉരസ്ത്രീ വിക്രമ പാതു ഹൃദയം പാതു വാമന ശ്രീധര ഹേ പാതു മേ കണ്ഠം ഋഷികേശോ മുഹമ്മമ പത്മനാഭസ്തു നയനീ ശിരോ ദാമോദരോ മമ. ഏവമേതാനി നാമാനി ജപകാലേ വിശേക്ഷത വിന്യസേതാത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ. എന്നുവെച്ചാൽ ഭഗവാനെ, ആ ഭഗവാന്റെ പാദങ്ങളെ, എൻ്റെ പാദങ്ങളെ കേശവൻ രക്ഷിക്കട്ടെ, എൻ്റെ കാൽമുട്ടുകളെ നാരായണൻ രക്ഷിക്കട്ടെ, എൻ്റെ അരക്കെട്ടിനെ മാധവൻ രക്ഷിക്കട്ടെ, എൻ്റെ ഗുഹ്യഭാഗത്തെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ, എൻ്റെ പൊക്കിളിനെ വിഷ്ണു രക്ഷിക്കട്ടെ, എൻ്റെ വയറിനെ മധുസൂദനൻ രക്ഷിക്കട്ടെ, എൻ്റെ മാറിടത്തെ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ, എൻ്റെ ഹൃദയത്തെ വാമനൻ രക്ഷിക്കട്ടെ, എൻ്റെ കഴുത്തിനെ ശ്രീധരൻ രക്ഷിക്കട്ടെ, എൻ്റെ മുഖത്തെ ഋഷികേശൻ രക്ഷിക്കട്ടെ, എൻ്റെ കണ്ണുകളെ പത്മനാഭൻ രക്ഷിക്കട്ടെ, എൻ്റെ ശിരസിനെ ദാമോദരൻ രക്ഷിക്കട്ടെ. അപ്പോൾ ഇതിലാണ് കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ എന്നീ 12 നാമങ്ങളാണ്
ഈ സഹസ്രനാമത്തിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ജപിക്കണം. ഇത് ജപിച്ചതിന് ഇതെല്ലാം നമ്മൾ അത് ചൊല്ലണം. ഈ 12 നാമങ്ങളാണ് ഇതിൽ പറഞ്ഞ. ഇനി അടുത്തത് നമ്മൾക്ക് അടുത്ത ദിവസം പഠിക്കാം. ഹരേ കൃഷ്ണ.